ആ ഫോൺ എന്തെന്നേ ജിപേ ഇട്ട് തരാം. 3928 രൂപയോ? ഇതിന് മാത്രം സാധനം എന്ത് മേടിച്ചേ? ഇതിപ്പോ എന്റെ വീട്ടിലോട്ട് മേടിച്ചതല്ലേ. ഇതിപ്പോ എന്നാ പകുതി മുക്കാൽ സാധനം അമ്മ എനിക്ക് തന്നെ തന്നുവിടും, അതിന്റെ പൈസ ഇങ്ങോട്ട് തരും. എന്നിട്ട് ഈ പൈസ ഇങ്ങോട്ട് കിട്ടാറില്ലല്ലോ. എന്റെ പൊന്ന് സിബിച്ച, എന്തിനാ ഈ പിച്ച കണക്ക് പറയുന്നേ? വണ്ടിയുടെ പോവാം. വീട്ടില് ആരൊക്കെ കാണും? വീട്ടിലിപ്പോ മമ്മി ഉണ്ടാവും, അവനുണ്ടോന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ഒന്നാ ഈ പ്രാവശ്യം ആഘോഷിക്കണം. അമ്മയുടെ ബർത്ത്ഡേ ഒക്കെ നിങ്ങക്ക് അറിയാവോ? അതല്ല, ചേച്ചി വിളിച്ചായിരുന്നു. ചേച്ചി പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അമ്മയുടെ ബർത്ത്ഡേ ഈ പ്രാവശ്യം ഒന്ന് ആഘോഷിക്കണം, കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, അടിച്ചു വിളിച്ചേക്കാം. അതാണ് എൻ്റെ പെറ്റ മക്കളെക്കാളും ആത്മാർത്ഥതയുള്ളവളാണ് അവള്. എനിക്കവളെ ഭയങ്കര കാര്യമാണ്. എല്ലാ റോസിയുടെ ഭാഗ്യമാണ്. ഇതൊക്കെ ഒത്തു കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാ. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ഭാഗ്യം ചെയ്ത കുടുംബമാണ് നിങ്ങളുടേത്. ഞാനങ്ങ് പോട്ടെ, കറി വെക്കണം. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. ഈ കാര്യമായിട്ട് അങ്ങ് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറയുമ്പോഴേ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ചേച്ചിയോട് പറഞ്ഞ കാര്യമായിട്ട് എന്തെങ്കിലും ഇടാൻ. നീ എന്നെ പറയുന്നത്? അമ്മ ചേച്ചിയുടെ മാത്രമല്ലല്ലോ, എൻ്റെ കൂടെ അല്ലേ. ഞാനെന്തും ചെയ്യണ്ടേ? പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മാല മേടിച്ചു കൊടുക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓ, അതിൻ്റെ ഇടയ്ക്ക് അതും തീരുമാനിച്ചോ? നിന്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് വള ഗിഫ്റ്റ് മേടിച്ചപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നിങ്ങൾ എന്തിനാ പറയണത്? എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ ചെറിയ ചെറിയ വെച്ചിട്ടല്ലേ ഞാൻ അമ്മയ്ക്ക് വള മേടിച്ചു കൊടുത്തത്. അതിനകത്ത് എൻ്റെ ഒരു മോതിരം കൂടെ ഞാൻ അങ്ങ് തന്നായിരുന്നു. അയ്യോ, നിങ്ങളുടെ അമ്മായി ഇട്ട മോതിരമല്ലേ, കൊച്ചുങ്ങളുടെ മാമോദിസയ്ക്ക് പോലും ആരും കൊടുക്കത്തില്ല, ഊതിയാ പറഞ്ഞ സാധനം. അത് വെച്ചിട്ടാണോ കണക്ക് പറയാൻ വരുന്നത്? നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്ത് നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിട്ട്. ചേട്ടായി, നാളെ കോളേജിൽ ഫീസ് കൊടുക്കണ്ടാണേ, തന്നു വിടണേ. പറഞ്ഞാൽ മതി. കാർഡോ ജിപേ എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ പിള്ളേര് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തിട്ടാണ് ഏൺ ചെയ്യുന്നത്, ഫീസ് അടയ്ക്കുന്നതൊക്കെ. അത് ചേച്ചിക്ക് എങ്ങനെ അറിയാം? എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? ചേച്ചിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ഓ സോറി, ചേച്ചി അതിന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? സോറി. 12 മണിക്ക് മാല കയ്യിൽ കിട്ടിയെന്ന് തന്നെ തുടങ്ങിയതാ കരച്ചിലും. പിന്നെ ദേ നാട്ടുകാരെയൊക്കെ കാണിക്കുവാ, രാവിലെ എണീറ്റ് നോക്കിയേ ദേ ചേച്ചി. മോളെ മാല കിട്ടി കേട്ടോ, നല്ല രസമുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതിനകത്തിലെ കുറച്ച് കരിമണിയും കൂടെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ജിനു ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഇച്ചാൻ വെളിയിലോട്ട് പോയതാ. അയ്യോ, എല്ലാരും പറഞ്ഞ് ഈ മാലയ്ക്ക് ഒരു 3 പവന്റെ പൊലിവ ഉണ്ടെന്ന്. നല്ല രസമുണ്ടല്ലേ കാണാൻ? ഉണ്ട്. എൻ്റെ അമ്മയുടെ ബർത്ത്ഡേയുടെ സമയത്ത് ഒരു വളയാണ് കൊടുത്തത്. അന്ന് ഏകദേശം പവന് ഒരു 35 അത്ര എൻ്റെ ഉണ്ടായിരുന്നേ. അന്ന് തന്നെ ഭയങ്കര ബഹളമായിരുന്നു അമ്മ. എന്തിനിപ്പോൾ ഈ സ്വർണത്തിൻ്റെ വില കൂടിയിരിക്കുമ്പോൾ ഇത് മേടിക്കേണ്ട ആവശ്യമുണ്ടോ, ബഹളമോ അതെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി അമ്മ. അപ്പോൾ ഈ ഇത്രയും സ്വർണം കൂടിയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് മാല വല്ലോ തന്നേന്ന് എൻ്റെ അമ്മ അറിഞ്ഞുണ്ടല്ലോ, അയ്യോ പുകിലുണ്ടാക്കും അമ്മ. എന്റെ മക്കള് എനിക്ക് സ്വർണം വാങ്ങിച്ചു തന്നേന് ഇവളുടെ അമ്മയ്ക്ക് തന്നെ എത്ര സൂക്കേട്. കൊണ്ടുപോ അങ്ങോട്ട്, വായിക്കാനും സമ്മതിക്കത്തില്ല. ജിനിയേ, ഇത് ആരാ വന്നു നോക്കിയേ. എന്നാ നീ ഒറ്റയ്ക്കാണോടാ? എന്നാ പറ്റി? അമ്മയ്ക്ക് വല്ലതും? എന്റെ പൊന്നേച്ചി ഒന്ന് ചുമ്മായിരുന്നേ. ഞാൻ ഇവിടെ ബൈക്കിന് ഷോറൂം വരെ വന്നാ പുതിയ വണ്ടി എടുക്കാനുള്ളൊരു പ്ലാനുണ്ട്. ഏത് വണ്ടി എടുക്കുന്നത്? അളിയാ, ഞാനല്ലേ വലിയ ഓട്ടോ ഒന്നും ഇല്ലല്ലോ, ഡുക്കാട്ടിയുടെ സ്കാമ്പർ എടുത്താലോ എന്ന് ഇങ്ങനെ കൊള്ളാം. വിനോദിന്റെ അറിയാവോ? പിന്നെ അളിയൻ അറിയാന്ന് എളുപ്പമായല്ലോ. എത്രയാടാ വണ്ടിക്ക് പറഞ്ഞേ? 50 പറയുന്നേ, അതൊരു 30 ആക്കി തരാൻ പറ്റുവാണെങ്കിൽ.
മോനെ പുറത്ത് നിർത്താ. കേറി വാ മോനെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ. എടാ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റും EMI അളിയന്റെ വക. അയ്യോ ശരിക്കും എന്റെ അളിയോ, ഞാൻ അപ്പനോട് എങ്ങനെ ചോദിക്കുമെന്ന് ഓർമ്മണ്ടിരിക്കായിരുന്നു. നേരത്തെ കെട്ടാൻ പറ്റുന്നു പെട്ടെന്ന് നിനക്ക്. എന്തൊക്കെ മേടിക്കും. ഈ പാർട്ട് ടൈം ജോബൊക്കെ ആമ്പിള്ളേർക്കും കിട്ടുമല്ലോ അല്ലേ? അതിനടി അവൾ അങ്ങനെ പറഞ്ഞേ? ഇവിടെ എല്ലാവരും പൊതുവെ ഒരു അർത്ഥം വെച്ചുള്ള സംസാരങ്ങളാണ്. നമ്മളെ അങ്ങനെയല്ല വളർത്തിയേക്കൊണ്ട് നമുക്കൊന്നും അറിയത്തില്ല. ശരിയാ. ഫാമിലിയാണ്. എത്ര നേരമായിടി പാല് വാങ്ങിക്കാൻ പോയിട്ട്? നീ എവിടെ പോയതാ? അതിന് ഞാൻ സ്കൂട്ടറിലാണ് വരുന്നത്, പ്ലെയിനിലല്ല. ഞാൻ പാല് മേടിച്ചു കൊടുത്തോളാം എന്ന് അമ്മയോട് പറഞ്ഞ. പിന്നെ എൻ്റെ വണ്ടി ഇപ്പൊ എനിക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നില്ലല്ലോ. എന്താ മോളെ ഇവിടെ നിൽക്കുന്നേ? ചേട്ടായി, ചേച്ചി അധികം ടൂ വീലർ ഉപയോഗിക്കാറില്ല. ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ട് തന്നെ എടുത്തോണ്ട് പോയത്. പിന്നെ ചേച്ചി ഇങ്ങനെ പറ്റി പറയുന്നത് ചേച്ചിക്ക് ഓടിക്കാൻ കിട്ടുന്നില്ല എന്നൊക്കെ. ആ സാരമില്ല, നമുക്ക് കെട്ടിച്ചു വിടാം. ചേച്ചിനെയോ? അല്ല നിന്നെ, അല്ലാതെ വേറെ വഴിയില്ലടി. നിന്റെ ചേട്ടായിക്ക് പറ്റിയൊരു അബദ്ധം അത്. അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? വണ്ടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയി പാല് മേടിച്ചേനെ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ എന്റെ വണ്ടി എനിക്ക് കിട്ടുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ചുമ്മാ എന്തിനാ ആവശ്യമില്ലാതെ വാക്കുകളൊക്കെ വളച്ചൊടിക്കുന്നത്? വന്ന് കയറിയപ്പോ തന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല. അളിയോ, എനിക്കൊരു ബൈക്കൊക്കെ അങ്ങ് എടുത്ത് തന്നിട്ട് നൈസായിട്ട് അപ്പനെ പറ്റിച്ച് കിഴക്കയിലെ ആ സ്ഥലം എടുക്കാനുള്ള പ്ലാനില്ല അല്ലേ? അളിയൻ നീ പറയുന്നത്? ഓ, അതൊന്നും അറിയാൻ മേലാതെ പോലെ. അളിയൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആളി നമ്മുടെ കിഴക്കിലെ സ്ഥലമില്ലേ? ആ സ്ഥലത്തിന്റെ കാര്യം പറയുന്നേ. 10 സെന്റ് വേണമെന്നല്ലേ പറഞ്ഞിപ്പോ? ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല ചോദിക്കാൻ. എനിക്കറിയത്തില്ല നീ പറയുന്നത് എന്താന്ന്. ചേച്ചി അവിടെ ന്യായമായിട്ട് കിടന്ന് ഇറക്കുന്നുണ്ട് അപ്പനോട്. എന്താ അളിയനും അളിയനും തമ്മിലൊരു ടോക്ക്? ടോക്ക് ചെയ്തുകൊണ്ടാണല്ലോ ചില കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത്. ഞാൻ പറഞ്ഞില്ലേ സിബിച്ച ഭയങ്കര കോമഡിയാന്ന്. അതെ 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 അതെ. വാ ചായ പിടിക്കാൻ പറ. വാ. ഈ വീടും സ്ഥലം കൂടെ പോവോ ഇനി? ഇതേത് സ്ഥലം? പുതിയ സ്ഥലം കാണാൻ വന്നാ? അല്ല, എനിക്ക് നിന്നോട് രണ്ട് പറയാനുണ്ട്. എടി നിന്നോട് ആരാടി വീട്ടിൽ പോയി സ്ഥലം മേടിക്കാന്ന് പറഞ്ഞത്? ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് സ്ഥലം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നാ? എടി ഇതിപ്പോ ഞാൻ നിന്നെ പറഞ്ഞ് പിരികെട്ടി വിട്ടതുപോലെ ആയിപ്പോയില്ലേ? ആണുങ്ങളുടെ വില കളയാനിട്ട്. പിന്നെ എനിക്ക് ഇച്ചിരി സ്ഥലം തരാമോ അപ്പാന്ന് ചോദിച്ചു. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു സ്ഥലം എടുത്ത് എല്ലാം എഴുതി വരുമ്പോൾ അതെല്ലാം നിങ്ങളുടെ പേരിലല്ലേ വരത്തുള്ളൂ. ഇതാവുമ്പോൾ എൻ്റെ പേരിൽ കിടക്കുന്ന സ്ഥലമല്ലേ, നിങ്ങൾ വീട് പണിതാ പോരും. അയ്യടാ, ചുമ്മാ ആണുങ്ങളുടെ വില കളയാനിട്ട്. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആഹാ, ഈ കാർ മേടിച്ചപ്പോഴേക്കും എൻ്റെ അപ്പം കുറച്ച് പൈസ വന്നപ്പോഴേക്കും ഈ നാണക്കേടൊന്നും ഇല്ലായിരുന്നോ? ഞാൻ ഈ കാറ് മേടിക്കാൻ നേരത്തും നിന്റെ തന്ത എൻ്റെ അടുത്ത് വന്നിട്ട് മോനെ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് കെട്ടി ഏൽപ്പിച്ചതല്ലേ? അപ്പം പിന്നെ ഞാൻ വേണമെന്ന് പറയായിരുന്നു. വേണമെന്ന് പറയണമായിരുന്നു. അല്ലേ പിന്നെ ഇപ്പം കടന്നു കാണിട്ട്. എടി നീ നിന്റെ വീടിന്റെ അടുത്ത് സ്ഥലം മേടിച്ച് എന്നെ അങ്ങോട്ട് അടുപ്പിക്കാൻ നോക്കുന്നില്ലേടി? അയ്യ, ഇപ്പൊ കിടക്കുന്ന കുടുംബം നല്ല ഇതാണല്ലോ. ഈ കിടക്കുന്ന വണ്ടി പോലും അങ്ങോട്ട് ഞെരുങ്ങിയേ കയറത്തുള്ളൂ. എനിക്ക് ഇച്ചിരി സൗകര്യത്തോടെ നല്ല വിസ്താരത്തിലുള്ള വീട് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പറോട് കുറച്ച് പൈസ ചോദിച്ചു, സ്ഥലവും ചോദിച്ചു. അതിനിപ്പോ എന്നാ? നമ്മൾ എങ്ങോട്ടും പോകുന്നൊന്നും ഇല്ല. ഇനി എന്നേലും നമുക്ക് അല്ല, നിനക്ക് നീ ജോലിക്ക് പോയി നിനക്ക് ഇനി ഇപ്പൊ ഒരു വീട് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അന്ന് വെക്കും കേട്ടോ. സിബിച്ച, ഞാനൊരു കാര്യം പറയട്ടെ. സിബിച്ച, ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അതല്ല. എന്താന്ന് വെച്ചാലേ, നീ ഒരു തേങ്ങയും പറയണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ വളയല്ലേ അമ്മക്ക് ഗിഫ്റ്റ് കൊടുത്തേ? ഇത് കല്യാണത്തിന് വേണ്ടിട്ട് വായ്പ മേടിച്ചിട്ട് വന്നതാ. എന്റെ പൊന്നി ജിനി, ഞാൻ ഒന്ന് പറയുന്നത് കേക്ക്. എടി ഞാൻ ഇതിനു മുമ്പ് എടുത്തു തന്നിട്ടുള്ളതല്ലേ? ആ ടെൻഡർ കിട്ടുമ്പോൾ എടുത്തു തരാന്ന് പറഞ്ഞല്ലേ? എന്റെ സ്വർണം വിറ്റിട്ടുള്ള ഒരു ബിസിനസ്സും വേണ്ട. എന്ത് പറഞ്ഞാലും നിന്റെ സ്വർണം നീ ആ റൂമിലോട്ട് വന്നേ. പിന്നെ എന്റെ അപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എന്റെ സ്വർണ്ണമല്ലേ? എനിക്ക് റൂമിലോട്ട് കയറേണ്ട കാര്യമൊന്നുമില്ല. നീ വന്നേ. ഇല്ല, ഇവിടുന്ന് എല്ലാരും കേൾക്കുന്നു. ഇങ്ങോട്ട് വാ. എനിക്ക് റൂമിൽ കയറണം. നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ഇവിടെ വെച്ചാൽ സംസാരിക്കും. എന്നതാ പിള്ളേരെ, ഇത് മനുഷ്യർ കേൾക്കുമല്ലോ.
ഒന്നുമില്ല അമ്മേ. ഒന്നുമില്ലാതെ പിന്നെ എന്നാത്തിനാ രണ്ടുപേരും കിടന്ന് ബഹളം വെക്കും, നാട്ടുകാർ കേൾക്കത്തില്ലേ? അമ്മ എൻ്റെ സ്വർണ്ണം എന്ന് പറഞ്ഞത് എൻ്റെയാണ്. എനിക്ക് അങ്ങനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാമെന്ന് പോലെ. എൻ്റെ അപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണ്ണം ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ പറ്റുമോ? എൻ്റെ മോളെ സ്വർണം എന്ന് പറയുന്നത് അവനും കൂടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ലേ. എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലല്ലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എനിക്ക് അത്ര അഡ്ജസ്റ്റ്മെന്റ് ഒന്നും അത്ര അമ്മ ഇനി അവളോടൊന്നും പറയണ്ട. ഇവക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നത്? ഇവക്ക് എല്ലാം പ്രശ്നമാണ്. നീ അകത്തോട്ട് വാ. ഇല്ല, ഞാൻ നിന്നോട് പറയുന്നത് അകത്തോട്ട് വരാൻ. എനിക്ക് അകത്തോട്ട് വേണ്ട കാര്യമില്ല. എടി, എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ മാല മേടിച്ചത് നിനക്ക് നല്ല വിഷമമില്ലായിരുന്നോടി. എൻ്റെ പെങ്ങൾക്ക് ഞാൻ ഫീസ് അടയ്ക്കുന്നതിന് നിനക്ക് അതിലും നല്ല വിഷമമില്ലായിരുന്നോടി. അവളുടെ അനിയന് ബൈക്ക് എടുക്കാൻ അവന് പൈസ കൊടുത്തത് ഇവക്ക് ഭയങ്കരമായിരുന്നു. അപ്പൊ സിബിച്ച ചക്കര പൊന്ന് എല്ലാം. എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു രൂപ ചെലവാക്കി കഴിഞ്ഞാൽ നീ അവിടെ പോകുന്നു. ഇവിടെ നിൽക്ക്, നീ ഇവിടെ നിൽക്ക്. ആഴ്ചയിൽ ഇവള് വീട്ടിലോട്ട് പോവാ. പോകുന്ന വഴിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അവിടെ സാധനം മേടിച്ചു കൊടുക്കും. എന്നിട്ട് ഇവിടെ അവളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചോട്ടെ ഇങ്ങോട്ട് വരവ്. എന്നിട്ട് അതിന്റെ ഒരു രൂപ പോലും എന്റെ തരാറില്ല, എന്നോട് ചോദിക്കാറില്ല. അതിന്റെ ഗൂഗിൾ പേ ഇതെല്ലാം പൈസ ഞാൻ അടയ്ക്കുന്ന ഞാനാ. നീ അവിടെ നിൽക്ക്. അവളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സ്വർണ്ണത്തിന് വിലയുണ്ട്, അവളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സ്കൂട്ടറിന് വിലയുണ്ട്, അവളുടെ സാധനങ്ങൾക്ക് എല്ലാത്തിനും ഇവിടെ വിലയുണ്ട്. ഇവിടെ നമുക്ക് മാത്രമേ ഇവിടെ വിലയില്ലാതെ ഉള്ളൂ. ഞാൻ കോടതി പോവാമേ. എന്റെ പൊന്നുമോനെ, കോടതിയിലൊന്നും പോലെ മോനെ, നിങ്ങളിപ്പോ ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളൂ. എന്റെ പൊന്നുമോളെ, അയ്യമ്മ ഡിവോഴ്സ് ഒന്നും കൊടുക്കുന്നതല്ല. ഡിവോഴ്സ് എങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം എന്റെ അമ്മയും പെങ്ങളെയും ഇവള് സ്ത്രീപീഡനം എന്ന് പറഞ്ഞാൽ അകത്താക്കും. അങ്ങനെ ഇവള് സൂചിക്കൊന്നും വേണ്ട. ഇവളുടെ അപ്പൻ അപ്പൂമ്മമാരായിട്ട് കൊടുത്തിരിക്കുന്ന സാധനങ്ങൾക്ക് ഇവർക്ക് മാത്രമേ അവകാശമുള്ളെങ്കിൽ എന്റെ അപ്പൂമ്മമാരായിട്ട് തരുന്ന സാധനങ്ങൾക്ക് എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. ഞാൻ കോടതിയെ വാദിക്കും. ഇനി ഒരു ആണിന് ഇങ്ങനെ ഒരു ഗതികേട് വരാതെ ഞാൻ എനിക്ക് പറയാനുണ്ട്. അമ്മ അന്ന് ഹോസ്പിറ്റലിൽ കിടന്നു. എടി, അമ്മ എന്റെ മാത്രല്ലല്ലോ. അല്ല, സോറി, അമ്മ ചേച്ചിയുടെ മാത്രമല്ലല്ലോ. പറയട്ടെ, നല്ല പെങ്കൊച്ച. എന്നാ കൊണ്ടുപോകോട്ട്. കൊച്ചിനെ കൊണ്ട് ഇത് കാണുമോടി, ഇത് വന്നത് എന്റെ മറഞ്ഞു പോകും തോന്നുന്നു. എന്തായാലും നന്നായി. എന്റെ പൊന്നളിയാ, പോരുത്. ഉപകാരം നേരത്തെ കെട്ടാൻ പറ്റില്ല നിനക്ക്. ദൈവമേ, ഞാൻ പേല് മേടിച്ചു. പേല് ഞാൻ പ്യാല് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ. അയ്യോ അമ്മേ, എന്താ പറഞ്ഞ? അമ്മ പറഞ്ഞോ? സിനി, നീ ഞാൻ പറയുന്നത് കേക്ക്. ആ ടെൻഡർ കിട്ടി കഴിയുമ്പോൾ ഞാൻ എടുത്തു തരാം. ചേച്ചിയാ പറയണ്ട, മാലയൊക്കെ ഇത്ര കൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് വിലയില്ല. ഒന്നുകൂടെ താങ്ക് യു പെട്ടെന്ന്. ഇവിടെ ശ്രീപീഠത്തിന് ഇവിടെ കൊണ്ട് അകത്ത് കേസ് ഇടും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞത് ശ്രീപീഡനത്തിന് മുനീറെ കഥ കേട്ടാ.